നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ബെൽജിയം ഇന്നലെ പ്രഖ്യാപിച്ച ലോകകപ്പ് ടീമിൽ അവരുടെ സുവർണ തലമുറ എന്ന് വിളിക്കപ്പെടുന്ന തലമുറയിലെ ബാക്കി വരുന്ന 3 കളിക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒന്ന് റൊമേലു ലുക്കാക്കു ആണ്. അദ്ദേഹം അവരുടെ സൂപ്പർ താരമാണ്. പക്ഷേ ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ്. എന്നാലും പരിക്കിൻ്റെ പിടിയിലാണെങ്കിലും ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്താണ്. 2014, 18, 22 ലോകകപ്പിൽ കളിച്ചതിൻ്റെ അനുഭവ സമ്പത്ത്, പരിചയ സമ്പത്ത് ലുക്കാക്കുവിനുണ്ട്. മാത്രമല്ല അവർക്ക് വേണ്ടി, ബെൽജിയത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളടിച്ചിട്ടുള്ള താരമാണ്. 124 മത്സരങ്ങളിൽ 89 ഗോളടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ടീമിന് മുതൽക്കൂട്ടാകും എന്ന ഒറ്റ പരിഗണനയിൽ പരിക്കാണെങ്കിലും ലുക്കാക്കുവിനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലുക്കാക്കു ഈ വർഷം ബെൽജിയത്തിന് വേണ്ടി വെറും 7 കളിയാണ് കളിച്ചിട്ടുള്ളത്. പക്ഷേ എന്നാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കോച്ച് ഗാർഷ്യ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ലുക്കാക്കുവിനെ. ലുക്കാക്കു മികച്ച കളി, അദ്ദേഹത്തിന് പരിക്ക് മാറി മികച്ച കളി കളിക്കും എന്ന് തന്നെ അദ്ദേഹം വിശ്വസിക്കുന്നു. മറ്റൊരാൾ, ആ സുവർണ തലമുറയിലെ മറ്റൊരാൾ കെവിൻ ഡിബ്രൂയ്നെയാണ്. കെവിൻ ഡിബ്രൂയ്നെ നമുക്കൊക്കെ അറിയാം. ഡിബ്രൂയ്നെ ലോകത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളാണ്. ഡിബ്രൂയ്നെയും ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ സുവർണ തലമുറയിലെ ഇപ്പോൾ കളിക്കളത്തിൽ ബാക്കിയുള്ള മൂന്നാമൻ തിബോ കുർട്ടോ, അവരുടെ ഗോൾ കീപ്പറാണ്. കുർട്ടോയെയും കോച്ച് റൂഡി ഗാർഷ്യ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സുവർണ തലമുറയിലെ പ്രധാനപ്പെട്ട 3 താരങ്ങളെ വീണ്ടും ടീമിൽ ഉൾപ്പെടുത്തി അദ്ദേഹം ആ വലിയ പരിചയ സമ്പത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. എന്തായാലും ലോകത്തെ ഫുട്ബോൾ ആരാധകരെല്ലാം ഈ 3 കളിക്കാരെയും കളി കാണാൻ വലിയ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ലുക്കാക്കു നമുക്കറിയാം, ലോക പ്രശസ്തനായ ലുക്കാക്കു. ഡിബ്രൂയ്നെ ആരാധകരുടെ ഇഷ്ടതാരമാണ്. ഡിബ്രൂയ്നെ, അതുപോലെ തന്നെ കുർട്ടോ. ഈ 3 പേരുടെയും കളി കാണാൻ കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ആരാധകർ. ലോകകപ്പ് തുടങ്ങാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. എന്തായാലും കോച്ച് റൂഡി ഗാർഷ്യ സുവർണ തലമുറയെ തന്നെയാണ് വീണ്ടും ആശ്രയിച്ചിരിക്കുന്നത് എന്നത് ഒരു കൗതുകമുള്ള, എന്നാൽ അനുഭവ സമ്പത്തിന് എത്രത്തോളം പ്രധാനമാണ്, പരിചയ സമ്പത്ത് എത്രത്തോളം പ്രധാനമാണ് എന്നതിന് അടിവരയിടുകയാണ് ഗാർഷ്യ.